ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. പലപ്പോഴും സോളാർ എനർജി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മൊബൈലിലൂടെയൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ്. നിലവിൽ നിർഭാഗ്യവശാൽ നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ ഓൺലൈൻ മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ മൊബൈലിലെ ഡേറ്റാസ് അറിയാൻ പറ്റുന്നൊരു സംവിധാനമുള്ളൂ. ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകളിൽ വളരെ ചുരുങ്ങിയ കമ്പനികൾ മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയോട് കൂടി ഇറക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ലിഥിയം ബാറ്ററി സിസ്റ്റങ്ങൾ, ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടറുകൾ വാങ്ങുകൊണ്ട് വരുന്ന ടൈപ്പ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഇൻവെർട്ടറുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി നമുക്ക് തരുന്നുള്ളൂ. ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസാണ് ഇവിടെ പരിചയപ്പെടുന്നത്. പൊതുവെ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ നമുക്ക് അറിയാൻ താല്പര്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്. നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൽ നമ്മൾ എത്ര യൂണിറ്റ് നമുക്ക് കിട്ടി, അത് KSEBിയിൽ നിന്ന് എടുത്തത് എത്രയാണ്. അതായത് KSEBിയിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുമല്ലോ എല്ലാ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകളും. അതായത് ബാറ്ററി ഒരു 50% താഴേക്ക് അയക്കുമ്പോൾ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി KSEBിയിലേക്ക് ലോഡ് ഷെയർ ചെയ്യും. അവരാണെങ്കിൽ മഴക്കാലങ്ങളിലൊക്കെ നമ്മൾ KSEBിയിലേക്ക് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ KSEBിയിൽ നിന്ന് എത്ര പവർ എടുത്തു, അതുകൂടാതെ നമുക്ക് സോളാറിൽ നിന്ന് എത്ര നമുക്ക് ഉപയോഗിക്കാൻ പറ്റി, ഇത്രയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. പ്രത്യേകിച്ച് വലിയ സിസ്റ്റങ്ങളൊക്കെ ആകുമ്പോൾ അത് കണക്ട് ചെയ്യുന്ന ലോഡ് ചെയ്യുന്ന സമയത്ത് എത്ര ലോഡ്, എത്ര ആംബിയർ, എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട്, എത്ര യൂണിറ്റ് ഇത്രയും സമയം കൊണ്ട് കൺസ്യൂം ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വലിയ സിസ്റ്റങ്ങൾ നമ്മൾ KSEBിയിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് അൺലിമിറ്റഡ് ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് യൂണിറ്റ് KSEBിയിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട്, നമുക്ക് എത്ര ദൂരത്തിരുന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന DBക്കകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ബാറ്ററി വെച്ചുള്ള ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ സിസ്റ്റത്തിൻ്റെ എനർജി ഡിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് മൊബൈലിൽ എങ്ങനെ മോണിറ്റർ ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പീസ് ഫെയർ എന്ന് പറയുന്ന കമ്പനിയുടെ AC ഗൈഡ് റെയിൽ മൊഡ്യൂൾ എന്ന് പറയുന്ന ഡിവൈസ്. ഇതിൽ കാണുന്നത് തന്നെ ഇത് 220 വോൾട്ടിന് കോമ്പാറ്റബിൾ ആണ്. 100 ആംബിയർ വരെ കറണ്ട് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഫിസിക്കൽ കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ക്ലാമ്പ് അല്ലെങ്കിൽ ഒരു CT ഡിവൈസാണ്. ഇത്തരത്തിൽ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഹോളുണ്ട്. നമുക്ക് ഏത് ഭാഗത്തേക്കുള്ള കണക്ഷനാണോ അല്ലെങ്കിൽ ഏത് ലോഡിലേക്കാണോ കണക്ട് ചെയ്യേണ്ടത് ആ ലോഡ് വയറിൻ്റെ ഫേസോ അല്ലെങ്കിൽ ന്യൂട്രലോ ഈ ഹോളിലൂടെ കണക്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതിയാവും. വയറിൻ്റെ ഇൻസുലേഷൻ കളയുകയോ അല്ലെങ്കിൽ മറ്റ് ജോയിൻറ്റുകളോ ഒന്നും ഇവിടെ വരുന്നില്ല. ഇത് ഒരു MCB 2 MCB എടുക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഒരു 2 മോഡ്യൂൾ സ്പേസ് ആണ് എടുക്കുന്നത്. 2 MCBകൾ DBയിൽ കണക്ട് ചെയ്യുന്ന അത്രയും സ്ഥലം നമുക്ക് DBയുടെ റെയിലിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ലോക്കുകളൊക്കെ ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിനൊരു പവർ കോഡ് അവൈലബിൾ ആണ്. ഈ പവർ കോഡ് ഉപയോഗിച്ചാണ് ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നത്. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഏത് DBയിലാണോ കണക്ഷൻ കൊടുക്കുന്നത് ആ DBയിലെ ഒരു ഫേസും ന്യൂട്രലും ഇതിലേക്ക് ഫീഡ് ചെയ്താൽ മതി. കാരണം ഈ ഡിവൈസ് വർക്ക് ചെയ്യാനുള്ള പവറാണ് നമ്മൾ ഇതിലൂടെ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ളൊരു പോർട്ടും കൊടുത്തിരിക്കുന്നതാണ്. ഈ പോർട്ട് കണക്ട് ചെയ്ത ശേഷം വേണം നമുക്കിത് കോൺഫിഗർ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു ഓപ്പറേഷണൽ മാനുവൽ ഈ ഡിവൈസിനോടൊപ്പം തന്നെ തരുന്നതാണ്. ഇത് നോക്കി വളരെ ഈസി ആയിട്ട് ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിന് മൊബൈൽ ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വീട്ടിൽ വൈഫൈ കണക്ഷൻ വേണം. വൈഫൈ മോഡം ഉണ്ടെങ്കിൽ അതുവഴി നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൃത്യമായിട്ട് ഏത് രീതിയിലാണ് നമുക്കതിൻ്റെ പ്രിവ്യൂ കിട്ടുന്നത്, നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് ഡേറ്റ കിട്ടുന്നതെന്നൊക്കെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ എങ്ങനെ കണക്ഷൻ ചെയ്യണം, നമ്മൾ DBയിൽ എങ്ങനെ കണക്ഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ ആക്യുറസി ഉണ്ടെന്നുള്ളതാണ്. നല്ല ആക്യുറേറ്റ് ആണ് ഡിവൈസ്. നമ്മുടെ KSEB മീറ്ററൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതുമായിട്ട് റീഡിങ്ങിൽ യാതൊരു വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ചെറിയൊരു പോയിൻറ്റുകളിൽ മാത്രം വ്യത്യാസമാണ് കാണുന്നത്. 10 സ്ക്വയർ mm കേബിളുകൾ പോലും ഇതിലൂടെ ഈസി ആയിട്ട് കയറ്റി ഇറക്കി വിടാവുന്നതാണ്. ഫിസിക്കൽ കണക്ഷൻസ് ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇത് ആർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഏകദേശ വില 2000 താഴെയാണ്. ഇത് വിദേശ സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് $20 മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ പീസ് ഫെയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതിയാവും ഈ ഒരു ഡിവൈസ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് റീഡിങ്സ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിൻ്റെ തന്നെ ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസ് കൂടെ അവൈലബിൾ ആണ്. ഈ ഡിവൈസിൽ നമുക്ക് മൊബൈലിൽ മാത്രമേ ഡേറ്റ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡിസ്പ്ലേ കൂടെ ഉള്ള ഇതേ സെയിം കമ്പനിയുടെ ഡിവൈസുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇല്ലാത്ത ഡിവൈസുകൾ വേണം, വൈഫൈ ഡിവൈസ് തന്നെ എടുക്കണം. ഇനി ഡിസ്പ്ലേ ഉള്ള ഡിവൈസിൽ നമുക്ക് വൈഫൈ സൗകര്യമില്ല, ഫിസിക്കലി അത് വാച്ച് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു 10 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലാണ് ഇത്തരത്തിലുള്ള വൈഫൈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നമ്മൾ 16 പാനലുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. 10 kVയുടെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ അറിയാം. ഔട്ട്പുട്ട്, അതിലേക്ക് വരുന്ന ഇൻപുട്ട്, എത്ര വാട്ട്സ് സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്, എത്ര യൂണിറ്റ് കിട്ടി, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അറിയാൻ സാധിക്കും. ഇതൊരു 4 ലൈൻ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും നമുക്ക് മൊബൈലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനായിട്ട്, പ്രത്യേകിച്ച് ഇതിലേക്ക് വരുന്ന AC പാരാമീറ്ററുകൾ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന AC പാരാമീറ്ററുകൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. DC സൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് DC സൈഡ് മീറ്ററുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഡിവൈസിൽ എങ്ങനെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്ര വലിയൊരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന ഇൻപുട്ട്, ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. കാരണം ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇത് ഗ്രിഡിലേക്ക് കണക്റ്റ് ആകുന്നുണ്ടോ, ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജ് ആകാൻ വേണ്ടി പവർ എടുക്കുന്നുണ്ടോ, രാത്രി സമയത്തേക്ക് ഗ്രിഡിലേക്ക് മാറുമ്പോൾ എത്ര പവർ ഇത് വലിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാരണം 10 ബാറ്ററിയുള്ള സിസ്റ്റങ്ങൾ ഗ്രിഡിൽ നിന്ന് പവർ എടുത്ത് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പവർ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ടും എത്ര പവർ ഗ്രിഡിൽ നിന്ന് എടുത്തു, എത്ര പവർ നമുക്ക് സോളാറിൽ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇത് 2 വീടുകൾക്കാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ആളുടെ തന്നെ കോമ്പൗണ്ടിലുള്ള 2 വീടുകളാണ്. 2 വീടുകളിലേക്കും കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വീടുകളിലേക്കും സെപ്പറേറ്റ് പോകുന്ന പവർ, ടോട്ടൽ പവർ കൺസംഷൻ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് ചെറിയ അറേഞ്ച്മെൻറ്റുകൾ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എക്സ്പോർട്ട് ഫെസിലിറ്റി കൂടി ഉള്ള ഒരു ഇൻവെർട്ടറാണ്. ഇവിടെ നമ്മൾ മെയിൻ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന DB ഇതാണ്. ഇതിൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെയുള്ള വൈഫൈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മെയിൻ ഐസൊലേറ്ററുകൾ, MCBകളും ഉണ്ട്. അതിനുശേഷം ഒരു ഇൻഡസ്ട്രിയൽ സോക്കറ്റ് വഴിയാണ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ ആദ്യത്തെ വീട്ടിലേക്ക് പോകുന്ന ഔട്ട്പുട്ട് ഈ DB വഴിയാണ് വന്നു പോകുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എത്ര പവർ കൺസ്യൂം ചെയ്തെന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സോളാർ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് വഴിയാണ് നമ്മുടെ വൈഫൈ മോഡ്യൂൾ വഴി, എനർജി മീറ്റർ വഴിയാണ് ഔട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ സോളാർ ഇൻവെർട്ടറിൽ നിന്ന് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് ആ മീറ്ററുകൾ വഴി അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ KCB ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു RCCB വഴി, ഈ ഒരു വൈഫൈ മോഡ്യൂൾ വഴിയാണ്. അപ്പോൾ അതിലൂടെ ഇൻപുട്ട് KCBയിൽ നിന്ന് എത്ര പവർ ഇതുവരെ ഇത് എടുത്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയധികം ഡിവൈസിൽ കണക്ട് ചെയ്യുമ്പോൾ അത് കോസ്റ്റ്ലി അല്ലേ എന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഇത് പ്യുവർലി ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ക്ലയൻറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നതിലും ഇത് മോണിറ്റർ ചെയ്യുന്നതിലൊക്കെ വളരെ താല്പര്യനായതുകൊണ്ടാണ് ഈ സിസ്റ്റങ്ങൾ നമ്മളോട് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല താല്പര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തർ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ വലിയൊരു സിസ്റ്റം ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് നല്ലൊരു രീതി തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇതൊരു പഴയ വീട്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഒരു മുറി കംപ്ലീറ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഇതിൻ്റെ സ്വിച്ച് ഗിയറുകളും മറ്റ് ഡിവൈസുകൾ വെക്കാനായിട്ടും ബാറ്ററി റാക്കും ഇൻവെർട്ടറും ഒക്കെ കൂടി വെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഈസി ആയിട്ട് അൺപ്ലഗ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻഡസ്ട്രിയൽ സോക്കറ്റ് വഴിയാണ് നമ്മുടെ ഹെവി ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ട് KCB ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഹെവി ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് അൺപ്ലഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇതിലേക്കുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി കിടക്കുന്നതാണ്. പിന്നെ കൂടാതെ നമ്മൾ ബേസിക് പ്രൊട്ടക്ഷൻ സ്കീമുകളെല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. SPD AC/DC സൈഡുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റിനിങ് അറസ്റ്റർ, പാനലിൻ്റെ ഫ്രെയിം കംപ്ലീറ്റ് 2 റോ എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് പ്രൊട്ടക്ഷൻ എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള എർത്തിങ് എല്ലാം നമ്മളിവിടെ പാലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ വാച്ച് ചെയ്യാത്ത രീതിയിൽ, അതുപോലെ തന്നെ ഡിസ്റ്റൻ്റായിട്ട് മോണിറ്റർ ചെയ്യത്തക്ക രീതിയിലാണ് ഈ വീട്ടിൽ. അപ്പോൾ നിലവിൽ ഈ വീട്ടിലും കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് സോളാറിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തൊട്ടടുത്തുള്ള വീട്ടിലേക്കും കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു പഴയ ഇൻവെർട്ടർ സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഒന്നും കേടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് 10 kV ഇൻവെർട്ടറിൽ തന്നെ ഫീഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു DB ആണ് ഈ കാണുന്നത്. തൊട്ട് ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള മറ്റൊരു വീടാണ്. ഇവിടെ 3 ചേഞ്ച് ഓവർ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 63 ആംപിയറിൻ്റെ മെയിൻ ചേഞ്ച് ഓവർ. ഇത് നമുക്ക് ഇവിടുത്തെ KCB സപ്ലൈ നമ്മൾ അവിടെ നിന്ന് വരുന്ന ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടൂടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ സപ്ലൈ പൂർണ്ണമായിട്ടും KCBയിലേക്കോ അല്ലെങ്കിൽ സോളാറിലേക്കോ മാറ്റാവുന്നതാണ്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് ചേഞ്ച് ഓവർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് 2 AC-കൾക്കും സെപ്പറേറ്റ് ചേഞ്ച് ഓവർ നമ്മളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DB മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വന്നു. ഒരു സെപ്പറേറ്റ് ഓപ്പൺ DB വെച്ച് കൊടുക്കേണ്ടി വന്നു. കുറച്ചധികം വയറിംഗ് ഓൾട്രേഷൻസ് ഒക്കെ നമുക്കിവിടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിലവിലുണ്ടായിരുന്ന കൺസീൽഡ് എക്സിസ്റ്റിംഗ് DBയിൽ KCB മെയിൻസ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നതാണ്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് KCBയിൽ നിന്ന് എടുത്ത പവർ അറിയാൻ സാധിക്കും. ഇവിടെ KCBയിൽ നിന്ന് പവർ എടുക്കുന്നേയില്ല. നമ്മൾ ഈ സിസ്റ്റം വെച്ച ശേഷം പിന്നീട് KCBയിൽ നിന്ന് പവർ എടുക്കേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ് ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹെവി ലൈറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഡിലേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ
അത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചേഞ്ച് ഓവർ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സിസ്റ്റത്തിനെ മൊത്തത്തിലൊന്ന് സ്മാർട്ടാക്കുക. നമുക്കിത് റീഡിങ്ങുകൾ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യാം. നമ്മുടെ ഇൻവെർട്ടറിന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വലിയ സിസ്റ്റംസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് അത്യാവശ്യമാണ്. നമ്മൾ ബാറ്ററി വാട്ടർ എപ്പോഴും കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. കൂടാതെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, എല്ലാ സ്ട്രിങ്ങുകളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, KSEBയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പവർ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ KSEB പവർ തീരെ ഉപയോഗിക്കുന്നില്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ലാഭകരമായിട്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൽ മൊത്തം ഏകദേശം 6 കിലോവാട്ടോളം കണക്ട് ലോഡ് കൊടുത്തിട്ടുണ്ട്. 2 വീട്ടുകളിലെ മോട്ടറുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, AC ഇതെല്ലാം കൂടെ ചേർത്ത് 6 കിലോവാട്ടാണ് ഇതിൽ ലോഡ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 8.6 കിലോവാട്ട് സോളാർ പാനൽ കപ്പാസിറ്റി ഉണ്ട്. സോളാർ പവർ സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോളാർ ഇൻസ്റ്റലേഷൻസ്, പല സൈറ്റ് കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചുള്ള ഇൻസ്റ്റലേഷൻ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ വളരെ വിശദമായ ഇൻസ്റ്റലേഷൻ വീഡിയോകൾ, ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഡിഫറെൻറ്റ് 2 കിലോവാട്ട് മുതൽ 15 കിലോവാട്ട് വരെയുള്ള ഇൻസ്റ്റലേഷൻസ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകളായിട്ടുള്ള SPDകൾ, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സ്കീമുകൾ, കൺവെൻഷണൽ ലൈറ്റിംഗ് അറസ്റ്റുകൾ, എയർലി സ്ട്രീമർ എമിഷൻ റോഡുകൾ, ഇതേപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എനർജി ആൻഡ് പവർ സിസ്റ്റംസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്ന ഒരു ചാനലാണ് JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.